മനുഷ്യൻ അവന്റെ സകല ആകുലതകളും മറന്ന് ജീവിക്കുന്നതും ഉള്ളു തുറന്ന് സന്തോഷിക്കുന്നതും അതുപോലെ തന്നെ ആവേശത്തോടെ കൂകി വിളിക്കുന്നതും ഒരുപക്ഷെ അവന്റെ യാത്രകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ കൂട്ടുകാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും അത് ചെറുതോ വലുതോ എന്നില്ലാതെ യാത്രകൾക്ക് സമയം കണ്ടെത്തുക. യാത്രയോളം വലിയ അറിവോ അനുഭവമോ വേറെ ഉണ്ടാവാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധ്യതയില്ല. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഏറനാടിലെ എന്നോ അല്ലെങ്കിൽ മലബാറിലെ എന്നോ അതല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിന്റ് ആയിട്ട് ടൂറിസം മേഖലയിൽ മാറാൻ പോകുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ അങ്ങോട്ട് എങ്ങനെയാണ് പോകുന്നത്, ആ ഒരു വ്യൂ പോയിന്റിന്റെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക. അങ്ങ് ദൂരെ ആ കാണുന്ന മലയുടെ മുകളിലേക്കാണ് ഞങ്ങളുടെ ഈ യാത്ര. മലപ്പുറം ജില്ലയിലെ എടവണ്ണ പഞ്ചായത്തിലെ കിഴക്കേ ചാത്തല്ലൂരിലാണ് പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ സമ്മേളിക്കുന്ന, ആരും കാണാൻ കൊതിക്കുന്ന സുന്ദരമായ ഒരു കാഴ്ചയുള്ളത്. പശ്ചിമഘട്ട മലനിരകളിലെ ചാത്തല്ലൂർ മലയിൽ ഏതൊരു സഞ്ചാരിക്കും അതിമനോഹര ദൃശ്യ വിരുന്നൊരുക്കി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആമസോൺ വ്യൂ പോയിന്റ് ആണ് ഇന്നത്തെ നമ്മുടെ ചുറ്റുവട്ട കാഴ്ച. ഇങ്ങോട്ടുള്ള യാത്രയിൽ വഴിയിലുടനീളം വെള്ളച്ചാട്ടങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ച് പുൽമെത്തകൾക്ക് ചുറ്റും പൂത്തുലഞ്ഞു നിൽക്കുന്ന വിവിധങ്ങളായ വൃക്ഷ ചെടികളാൽ സമ്പുഷ്ടമായ ചാത്തല്ലൂരിന്റെ സ്വന്തം മൂന്നുകല്ല് മലക്ക് മുകളിൽ എത്തിച്ചേർന്നാൽ ഏതൊരു സഞ്ചാരിയെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക. രാവിലെ 6 മണിക്ക് അരീക്കോട് നിന്നും യാത്ര തുടങ്ങിയതാണ് ഞങ്ങൾ. 6:45 മല കയറി തുടങ്ങി. അളിയന്റെ ബുള്ളറ്റിൽ കസിൻ ബ്രദറെയും കൂട്ടിയായിരുന്നു ഇങ്ങോട്ടുള്ള യാത്ര. ഇവിടേക്കുള്ള വഴി ചെങ്കുത്തായ കയറ്റവും ഓഫ് റോഡും ഉള്ളതുകൊണ്ട് തന്നെ കാറുകളൊന്നും കൂടുതൽ മുകളിലേക്ക് കയറില്ല. ജീപ്പോ ബൈക്കോ ആണെങ്കിൽ 3/4 ഭാഗത്തോളം ദൂരം മല കയറി നമുക്ക് വ്യൂ പോയിന്റിന്റെ അരികെ ചെല്ലാൻ സാധിക്കും. അല്പം ആരോഗ്യമുള്ളവരും നടക്കാൻ താല്പര്യമുള്ളവരുമാണെങ്കിൽ താഴെ വണ്ടി ഒതുക്കി നിർത്തി മുകളിലേക്ക് നടന്നു കയറുന്നതായിരിക്കും ഏറ്റവും രസകരം. കൂട്ടമായുള്ള ആ നടത്തമാണ് ഇത്തരം യാത്രയുടെ പ്രധാന ത്രിൽ എന്ന് പറയുന്നത്. കാനനപാത താണ്ടി മഞ്ഞു പുതച്ച മലഞ്ചെരിവിലൂടെയുള്ള ട്രെക്കിംഗ് ഓരോ യാത്രികനും നൽകുന്ന ഫീൽ വേറെ തന്നെയായിരിക്കും. ഈ കുന്നിൻ മുകളിലേക്ക് നടക്കാൻ മടിക്കുന്നവരെ ഇടക്ക് ഓടിയൊളിച്ച് കളിക്കുന്ന കോടമഞ്ഞും അതുപോലെ തന്നെ തണുത്ത കാറ്റും തീർച്ചയായും ആ ഒരു മലയുടെ മുകളിലേക്ക് അറിയാതെ എത്തിക്കും. ട്രക്കിംഗ് സമയം ചെറിയ ചെറിയ ഇടവേളകൾ എടുത്ത് വിശ്രമിച്ച് യാത്ര ചെയ്യുക.
യാത്രയ്ക്ക് ശേഷം കാൽ മസിലുകളിൽ ഉണ്ടാകുന്ന വേദന കുറക്കാൻ ഇത്തരം പൊടിക്കൈകൾ ഉപകരിക്കും. ഏകദേശം 1 മണിക്കൂറിനടുത്ത് നീണ്ടു നിൽക്കുന്ന ട്രെക്കിംഗ് കഴിഞ്ഞു വേണം വ്യൂ പോയിന്റിലെത്താൻ. എത്തിക്കഴിഞ്ഞാലോ അക്ഷരാർത്ഥത്തിൽ കണ്ണിന് കുളിരേകുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ച തന്നെയായിരിക്കും ഓരോ സഞ്ചാരിയെയും കാത്തിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4000 അടി ഉയരത്തിലാണ് ഈ ഒരു വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. വ്യൂ പോയിന്റ് കാണാൻ പുലർച്ചെ എത്തുന്നവർക്ക് അധികവും മഞ്ഞു പുതഞ്ഞു കിടക്കുന്ന ഭൂമിയെ ആയിരിക്കും കാണാൻ സാധിക്കുക. തീർച്ചയായും അതൊരു വേറിട്ട കാഴ്ചയായിരിക്കും. വെള്ള പുകച്ചുരുളുകൾക്ക് മുകളിൽ നിൽക്കുമ്പോഴുള്ള അനുഭൂതി അത് അനുഭവിച്ചറിയുക തന്നെ വേണം. ഇവിടെ എത്തി ഏകദേശം വെയിലായി തുടങ്ങിയാൽ ആമസോൺ വ്യൂ കൃത്യമായി കാണാൻ സാധിക്കും. സാധാരണ നിലയിൽ ഒരു 9-10 മണിയോടെ വളരെ വ്യക്തമായി ക്ലിയറായി ആമസോൺ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതിയുടെ സൗന്ദര്യവും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ശാന്തതയും അനുഭവിച്ചറിയാൻ ദിവസത്തിന്റെ മുഴുവൻ സമയങ്ങളിലും ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്നതും തീർച്ചയായും ഇത്തരം
രസകരമായ സന്തോഷകരമായ കാഴ്ചകൾ തന്നെയായിരിക്കും. തണുപ്പും പച്ചപ്പിന്റെ സൗന്ദര്യവും വയനാടിനും മൂന്നാറിനും ഇടുക്കിക്കും ഊട്ടിക്കും അതുപോലെ തന്നെ കൊടൈക്കനാലിനും മാത്രം അവകാശപ്പെട്ടതല്ല എന്ന് ആമസോൺ വ്യൂ പോയിന്റ് കാണുന്ന ഏതൊരു വ്യക്തിയും സ്വയം ഓർത്തുപോകും. എന്തുകൊണ്ടായിരിക്കും ഈ വ്യൂ പോയിന്റിന് ആമസോൺ വ്യൂ പോയിന്റ് എന്ന് പേര് വന്നത് എന്ന് ഈ ഒരു കാഴ്ച കാണുന്ന ഒരാൾക്കും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടാവില്ല. ഇനിയിപ്പോ അത് അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമായി പറയാം. തെക്കേ അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകളിൽ കൂടി ഒഴുകുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളം ഒഴുകുന്ന നദിയാണ് ആമസോൺ നദി. ഗൂഗിളിൽ നമ്മൾ ആമസോൺ നദി തിരയുമ്പോൾ മഴക്കാടുകൾക്കിടയിൽ ഈ കാണുന്ന റാ ആകൃതി പോലെയാണ് ആമസോൺ നദി കാണാൻ സാധിക്കുക. ഈ പശ്ചിമഘട്ട മലയിൽ നിന്നും ഏതൊരാൾക്കും താഴേക്ക് നോക്കുമ്പോൾ പച്ചവിരിച്ചു നിൽക്കുന്ന ആ സമതലങ്ങൾക്കിടയിലൂടെ കേരളത്തിന്റെ സ്വന്തം 4ാം സ്ഥാനക്കാരിയായ ചാലിയാർ പുഴ ഒഴുകുന്നത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ റാ ആകൃതിയിൽ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യൂ പോയിന്റിന് ആമസോൺ വ്യൂ പോയിന്റ് എന്നുള്ള ഒരു പേര് ലഭിച്ചിട്ടുള്ളത്. ഒറ്റയായും സുഹൃത്തുക്കളായും കുടുംബങ്ങളായും നിരവധി സഞ്ചാരികളാണ് ദിനം പ്രതി ഈ ഒരു കാഴ്ച തേടി കുന്നുകയറി എത്തുന്നത്. ഒട്ടനവധി ടൂറിസം സാധ്യതകളാണ് ഈ പ്രദേശത്തും തൊട്ടടുത്തുമായി മലബാറിനുള്ളത്. ആമസോൺ വ്യൂ പോയിന്റ്, അതുപോലെ തന്നെ തൊട്ടടുത്തായുള്ള വെള്ളച്ചാട്ടങ്ങൾ, പ്രകൃതിയുടെ വിസ്മയമായി മാറിയ പാറകൾ തീർത്ത ഗുഹ, അതുപോലെ 20 കിലോമീറ്റർ അപ്പുറമുള്ള മലബാറിന്റെ സ്വന്തം ഗവി എന്ന വിശേഷണമുള്ള കക്കാടംപൊയിൽ, അതുപോലെ 16 കിലോമീറ്ററിനപ്പുറമുള്ള നിലമ്പൂരിലെ ചരിത്രപ്രസിദ്ധമായ ഒട്ടേറെ കാഴ്ചകൾ, അങ്ങനെ ഒട്ടനവധി മലബാറിന്റെ ടൂറിസത്തെ മാറ്റിമറിക്കാവുന്ന സാധ്യതകളാണ് ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക. മനുഷ്യൻ അവന്റെ സകല ആകുലതകളും മറന്ന് ജീവിക്കുന്നതും ഉള്ളു തുറന്ന് സന്തോഷിക്കുന്നതും അതുപോലെ തന്നെ ആവേശത്തോടെ കൂകി വിളിക്കുന്നതും ഒരുപക്ഷെ അവന്റെ യാത്രകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ കൂട്ടുകാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും അത് ചെറുതോ വലുതോ എന്നില്ലാതെ യാത്രകൾക്ക് സമയം കണ്ടെത്തുക. യാത്രയോളം വലിയ അറിവോ അനുഭവമോ വേറെ ഉണ്ടാവാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധ്യതയില്ല. ഇന്നത്തെ തെളിഞ്ഞ മാനത്തിൽ മനസ്സിന്റെ പ്രയാസങ്ങളെല്ലാം മറന്നുല്ലസിച്ചും മനസ്സിനെ തണുപ്പിച്ചും പ്രകൃതിയുടെ വിസ്മയത്തെ അറിഞ്ഞും ഞങ്ങൾ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നും ഈ ഒരു മല ഇറങ്ങുകയാണ്. ഏതൊരു ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ എന്ന പോലെ ഇവിടം സന്ദർശിക്കുന്ന മുഴുവൻ സഞ്ചാരികൾക്കുമുള്ള പൊതുവായ നിർദ്ദേശങ്ങൾ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ഇക്കോ ടൂറിസം പദ്ധതികളെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ തന്നെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ മലയാളിയും ഓരോ സഞ്ചാരിയും പ്രത്യേകം ശ്രദ്ധിക്കുക.